ശ്രീജിത്ത് നേരത്തെ കനിമൊഴി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ പറഞ്ഞത് വരുന്ന തലമുറകൾക്ക് രാഷ്ട്രീയ പാഠമാണ് സീതാറാം യെച്ചൂരി എന്നതാണ്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാ പാർട്ടികളുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഇന്ത്യ മുന്നണിയുടെയും പ്രധാനപ്പെട്ട അതിനുവേണ്ടി ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ കക്ഷികളുമായും ബന്ധം പുലർത്തിയ സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം പ്രായോഗിക രാഷ്ട്രീയം എന്നതിനുള്ള ഒരു പാഠശാല കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമല്ലേ? തീർച്ചയായും കനിമൊഴി നടത്തിയ പ്രതികരണം വളരെ അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ആറ്റിക്കുറുക്കിയുള്ള ഒരു പ്രതികരണമായി തന്നെ അതിനെ കാണണം. കാരണം സൈദ്ധാന്തിക തലത്തിൽ ആഴത്തിലുള്ള അറിവുള്ളപ്പോൾ തന്നെ ആ പാണ്ഡിത്യത്തിൻ്റെ തടവറയിൽ നിൽക്കാതെ ആ സൈദ്ധാന്തികമായ കാഴ്ചപ്പാടിനെ പ്രായോഗിക തലത്തിലെത്തിക്കാനുള്ള അനുഭവപരിചയവും അതിനുള്ള മികവും യെച്ചൂരിക്കുണ്ടായിരുന്നു. അതാണ് ഈ യെച്ചൂരിയെ ഇതര രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. പ്രയോഗവും സിദ്ധാന്തവും ഒരുപോലെ കൊണ്ടു നടക്കാൻ, ഒരുപോലെ പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടുകളെ അതിസരളമായി വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും അത് തന്റെ അനുയായികൾക്ക്, തന്റെ പാർട്ടിയുടെ പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള മികവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രയ്ക്കും മികച്ച ആശയവിനിമയ ശേഷിയായിരുന്നു യെച്ചൂരിയുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ രാജ്യത്ത് വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെ, രാഷ്ട്രീയ ഭീഷണികളെ, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തിനും എതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച, ഏറ്റവും പ്രായോഗികമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച നേതാവായിരുന്നു യെച്ചൂരി. ആ പ്രായോഗിക കാഴ്ചപ്പാട് അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടികളുമായി തൊട്ടുകൂടായ്മയോ അയിത്തമോ പാടില്ല. അതിന് പാർട്ടിയുടേതായ സിദ്ധാന്തപരമായിട്ടുള്ള എന്തെങ്കിലും സമീപനം, അത് കരട് രാഷ്ട്രീയ പ്രമേയമായാലും കരട് രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വെക്കുന്ന അടവ് നയമായാലും ഒരിക്കലും അതിന് വിഘാതമാകരുത് എന്ന കൃത്യമായ ഒരു പദ്ധതി, കൃത്യമായ കാഴ്ചപ്പാട് യെച്ചൂരിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം കരട് രാഷ്ട്രീയ പ്രമേയത്തിന് ബദലായി ഒരു രേഖ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നേരത്തെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും അവതരിപ്പിച്ച് പരാജയപ്പെട്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ വീണ്ടും വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച് അതിന് സ്വീകാര്യം നേടാനും അത് ഭാവിയിലേക്കുള്ള ദർശനമായി മാറ്റാനും കഴിഞ്ഞ വലിയ ദീർഘ വീക്ഷണമുള്ള നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അതാണ് യെച്ചൂരിയുടെ രാഷ്ട്രീയ പരിചയം, രാഷ്ട്രീയ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ എല്ലാ ജനാധിപത്യ മതേതര ശക്തികളെയും കൂട്ടിച്ചേർത്ത് അത് അത്തരമൊരു വിശാലമായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മതേതര ജനാധിപത്യ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാനുള്ള വിശാലമായ വീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ മുന്നണി പോലുള്ള വലിയ വിശാലമായ മതേതര ജനാധിപത്യ പ്ലാറ്റ്ഫോം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടും മറ്റും ഉണ്ടായത്. അങ്ങനെ എല്ലാ കക്ഷികളെയും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രാജ്യമെമ്പാടുമുള്ള കക്ഷികളെ ഏകോപിപ്പിക്കാനും അവരെ ഒരു ചരടിൽ കോർത്ത് ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി അണിനിരത്താനും കഴിയുന്ന തരത്തിലുള്ള പ്രായോഗികമതിയായ രാഷ്ട്രീയ നേതാവിനെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. അത് CPIM-ന്റെ മാത്രം നഷ്ടമല്ല, രാജ്യത്തെ ആകെ രാഷ്ട്രീയ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കുള്ള നഷ്ടം കൂടിയാണ് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും മറ്റും പറയുന്നത്. കാരണം കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും ഇതര രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ആശയവിനിമയത്തിലും മറ്റും വൈഷമ്യം നേരിടുമ്പോൾ അവിടെ ഒരു നയതന്ത്ര വിദഗ്ധനായി ഇടപെട്ടുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെയൊക്കെ പരിഹാരം കാണാനും അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും അവരുമായിട്ടുള്ള മറ്റ് ആശയവിനിമയങ്ങളിലൂടെയൊക്കെ അവരെ ഒരേപോലെ അണിനിരത്താനും ഒക്കെയുള്ള ശേഷി, അതിനുള്ള തന്ത്രപരത പ്രകടിപ്പിച്ചത് യെച്ചൂരിയായിരുന്നു. അപ്പോൾ ഏത് സമയവും കോൺഗ്രസ് പോലുള്ള വലിയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്നു. അത്തരം ഒരാളെ നഷ്ടമാകുമ്പോൾ അതുകൊണ്ടാണ് കനിമൊഴി പറഞ്ഞത് പ്രായോഗിക തലത്തിൽ സീതാറാം യെച്ചൂരി ഒരു പാഠശാലയാണ് എന്ന്. അതെ, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മതേതര രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താവായ ഇത്തരത്തിലുള്ള മുഴുവൻ പാർട്ടികളെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി പ്രയത്നിച്ച സീതാറാം യെച്ചൂരി വിടവാങ്ങുമ്പോൾ അത് വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറയാതെ വയ്യ. CPM ദേശീയ ആസ്ഥാനമായ AKG ഭവനിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം എയിംസിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ എയിംസിലെ അനാട്ടമി വിഭാഗത്തിന് പഠനത്തിനായി മൃതദേഹം വിട്ടുനൽകും. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ മുതിർന്ന CPM നേതാക്കളെല്ലാം തന്നെ മൃതദേഹത്തെ അനുഗമിക്കുകയാണ്. വിലാപയാത്രയായി ഇപ്പോൾ എയിംസിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയാണ്. അമർ രഹേ സീതാറാം യെച്ചൂരി എന്ന മുദ്രാവാക്യം വിളികളാണ് അവിടെ നമ്മൾ മുഴങ്ങിക്കേൾക്കുന്നത്. പ്രിയ സഖാവിന് വിട ചൊല്ലുകയാണ് സഹപ്രവർത്തകർ.